ശ്രീരാമദേവ എന്തിനാണ് ഈ വിധം എന്നെ ചതിച്ചു? എന്റെ സഖാവെന്ന സഖ്യം നിന്നച്ചു. എന്തിനാണ് ഈ വിധം എന്നെ ചതിച്ചു? ഇല്ല ഞാനില്ല പാവാന സത്യം, സത്യത്തിനെന്തു പ്രാധാന്യമുണ്ട്? അങ്ങേക്ക് ഞാൻ എന്ത് ചെയ്തു കുറ്റം? അങ്ങ് കഴിയാതില്ല കാര്യം. രാജകുമാരൻ ജീവചാപം എഴുതിയ വീരൻ, വിഷ്ണുവിന്റെ ചരിതയുണ്ടാവൻ സീതാവരനാടുന്ന രാമൻ. കോസലത്തിൽ രാജകുമാരൻ ജീവചാപം എഴുതിയ വീരൻ, വിഷ്ണുവിന്റെ ചരിതയുണ്ടാവൻ സീതാവരനാടുന്ന രാമൻ. ശക്തരി ശക്തനല്ലേ നീ ഒന്നും അറിഞ്ഞതില്ലേ? ചരക്കൊണ്ട് ഒറ്റ നിമിഷത്തിൽ ചരക്കൊണ്ട് ഒറ്റ നിമിഷത്തിൽ രാമൻ ലങ്കയെ തീർക്കും വേണ. മകനായി ശോകിതമായി ഗതിയാഗതമായി രാജവും ദുഃഖത്തിലായി മേഘനാഥം മകനേ എന്റെ മേഘനാഥന്റെ മേഘനാഥം മകനേ എന്റെ മേഘനാഥന്റെ രാമന്റെ സായതും രാമന്റെ സായതും രാമനാമജപമൂടെത്തി മാരുതിനവരിൽ കാലമുണർത്തി ദേവൻ വരവായകലത്തിൽ ജാനകി ദേവിയും ഒത്തവിടത്തിൽ ഭൂസലം ഉണരാ വൈകരുതേ നീ വരുവാ കാത്തിരുന്നതല്ലേ കണി കാണാൻ നീ വരണം. ഓ രാമ വരുവില്ലേ ശ്രീരാമ കോസല വീതികളിൽ കഥ പാടുന്ന പൂമനമേ പുഷ്പകതേന വിടയതെത്തി കോസലവാസികളെ വരുമെത്തി കണ്ണി കണ്ണീരു പടത്തി രാഘവനാമം അവിടെയുയർത്തി എന്റെ നാടല്ലേ വൈകാതെ വന്നില്ലേ രാമനോടതെന്നും പ്രിയമേ ഇന്നിവരി. ഓ രാമ വരുവില്ലേ ശ്രീരാമ കോസല വീതികളിൽ കഥ പാടുന്ന മനമേ. അനുഗ്രഹമതിൽ വിളങ്ങുന്ന വാളേ ചന്ദ്രഹാസ തങ്കവാളേ ഇന്ദു ചുടനേകി വാളേ ശങ്കരനാമ പാടന രാവണലങ്ക ആഴി തിരുപാദത്തിൽ രാമനി തങ്ക മാതാ കലകഞ്ഞ രാമ നലനായകനാടി എഴുത്ത കൊത്തല്ല എഴുത്ത ശീലമതെനിക്കതെന്നു മതറി എഴുത്ത കൊത്തല്ല എഴുത്ത ശീലമതെനിക്കതെന്നു മതറി കരുത്തരായവ കഴുത്തി മുകളിൽ വീണുന്ന വാള് പതു കണ്ടനെന്നും ചേലേ രാമനിന്ന് അന്ത്യനാള് ശങ്കരനാമ പാടന രാവണലങ്ക ആഴി തിരുപാദത്തിൽ രാമനി കണ്ട മാതാ കലകഞ്ഞ നലനായകനാടി തുളച്ചുപായുന്ന രാമബാണത്തെ ജയിച്ചു കയറുവാനായി തുളച്ചുപായുന്ന രാമബാണത്തെ ജയിച്ചു കയറുവാനായി പകപ്പിനിടയിൽ
രാക്ഷസേശ്വരൻ വമ്പേറും ലങ്കനായകൻ ശിഖരനാമ പാട രാവണ ലങ്ക ആഴിയുടെ പാദത്തിൽ രാമണി ഗംഗ മാതാകനാകിയ നരനായകനായി ഇത്രമാത്രം മനസ്സിലാക്കുക. പ്രപഞ്ചത്തിലെ യോഗിമാർ, മുനിമാർ, സിദ്ധന്മാർ നിരന്തരം നിർമ്മല ഹൃദയത്തോടെ രാമനെ ധ്യാനിക്കുന്നു. വേദപുരാണ ശാസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ കീർത്തികളെ കുറിച്ച് വാഴ്ത്തിപ്പാടുന്നു. രാമൻ സർവ്വം നമ്മിൽ വ്യാപിച്ചിരിക്കുന്നു. സമസ്ത ബ്രഹ്മാണ്ടത്തിന്റെ സ്വാമി, മായാമയൻ ഭഗവാൻ ശ്രീരാമനെ ധ്യാനിക്കുന്നു. അദ്ദേഹം മറ്റാരുമല്ല, പ്രപഞ്ചത്തിന്റെ ദുഃഖം നീക്കുവാനായി മനുഷ്യരൂപിയായി അവതാരമെടുത്തിരിക്കുന്ന ഭഗവാൻ വിഷ്ണു തന്നെയാണ്.